പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വിവാദ പ്രസംഗത്തിൽ പ്രതിഷേധം. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം നിരാശനായ നരേന്ദ്രമോദി വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിവാദത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പ്രധാനമന്ത്രിയെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നരേന്ദ്രമോദി ഉപയോഗിച്ച വാക്കുകൾ പ്രധാനമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ലെന്നാണ് വിമർശനം. ജനശ്രദ്ധ തിരിക്കാൻ പ്രധാനമന്ത്രി നുണ പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര തരം താഴ്ന്നിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. വോട്ടിനു വേണ്ടി മോദി വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് കെ.സി. വേണുഗോപാൽ. ഹേറ്റ് സ്പീച്ചിന്റെ ചരിത്രത്തിൽ, വിദ്വേഷ പ്രസംഗത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രചാരണം കൂടുതലായെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. So now BJP is falling back on its stock in trade, as is called. This is its regular business of trying to create polarization. കോൺഗ്രസിനെ കൂടാതെ CPIML, INL തുടങ്ങിയ കക്ഷികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. രാജസ്ഥാൻ പോലീസിലും പരാതി നൽകാനാണ് CPIM തീരുമാനം. അതേസമയം പ്രധാനമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യങ്ങളെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്തതെന്ന് അമിത്ഷാ. आपके घोषणा पत्र में सर्वे की बात है या नहीं है? राहुल बाबा देश के नाम में स्पष्ट करे. और मनमोहन सिंह, आपके प्रधानमंत्री ने कहा था संसाधन पर पहला अधिकार മൈനോറിറ്റി കാ ഹൈ. വിവാദത്തിൽ മൗനം തുടരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്തിന്റെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാകുമെന്ന പരാമർശം വിവാദമായതിന് പിന്നാലെ മുസ്ലിങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP സർക്കാർ മുസ്ലിം ക്ഷേമം ഉറപ്പാക്കിയെന്ന് അവകാശപ്പെട്ടാണ് ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഇന്ന് പ്രസംഗിച്ചത്. കോൺഗ്രസ് ജനങ്ങളുടെ സ്വത്തിൽ കണ്ണുവെക്കുകയാണെന്ന ആരോപണം ആവർത്തിച്ചപ്പോൾ മുസ്ലിം പരാമർശം ഒഴിവാക്കുകയും ചെയ്തു. ഇന്നലെ രാജസ്ഥാനിലെ ബൻസ്വാരയിൽ BJP സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശങ്ങൾ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും നൽകും. രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിംകൾക്ക് വീതിച്ചു നൽകണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും നരേന്ദ്രമോദിയുടെ പ്രസംഗം. देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. പരാമർശം വിവാദമായതോടെ ഇന്ന് അലിഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിം വിഭാഗത്തിന്റെ ക്ഷേമത്തിന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നും ചെയ്തില്ലെന്ന് വിമർശനം. മുത്തലാഖ് നിയമവും ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചതും BJP സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിച്ചു. मोदी ने 3 तलाक के खिलाफ कानून बनाकर उनका जीवन भी सुरक्षित किया है कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं. कांग्रेस, सपा जैसी भ्रष्ट पार्टियों ने आपके परेशानियों को उनकी कभी परवाह नहीं की. അമ്മമാരുടെയും സഹോദരന്മാരുടെയും മംഗല്യസൂത്രത്തിൽ വരെ കോൺഗ്രസ് കണ്ണുവെക്കുകയാണെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി ഇത്തവണ മുസ്ലിം പരാമർശം ഒഴിവാക്കാൻ ശ്രദ്ധിച്ചു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം രാജ്യവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഒരു വിഭാഗത്തെ അകറ്റി നിർത്താൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് നടത്തുന്ന വോട്ട് ബാങ്ക് പ്രീണനത്തെയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. രാജസ്ഥാനിൽ വെച്ച് നടത്തിയ പ്രസംഗം രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ്. ജനങ്ങളിൽ വളർത്തുന്നതിനുള്ള തനി വർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം എങ്ങനെ പ്രധാനമന്ത്രിക്കുണ്ടാകുന്നു?
നിയമത്തിന്റെ വഴിക്ക് പോകണോ? പ്രധാനമന്ത്രിക്കെതിരെ കേസ് എടുക്കേണ്ടതുണ്ട്. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് വീണ്ടും BJP ആയുധമാക്കുന്നത്. വിഷം ചീറ്റുകയാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണം കോൺഗ്രസും UPAയും ഇന്ത്യ മുന്നണിയും നടത്തുന്നതിനെതിരായിട്ടാണ്. കോൺഗ്രസ് വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവ് മുഹമ്മദ് ഇർഷാദുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. ജോഷിയുടെ വീട്ടിലും സമീപ പ്രദേശത്തുമാണ് തെളിവെടുപ്പ്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, തെളിവെടുപ്പ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇയാൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ തെളിവെടുപ്പ് എങ്ങനെ, വിഷ്ണു? വിശദമായ പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത്. 3 ദിവസത്തേക്കാണ് മുഹമ്മദ് ഇർഫാനെ കസ്റ്റഡിയിൽ വിട്ടത്. അതിന്റെ ആദ്യപടിയായി കൂടുതൽ തെളിവുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിലവിൽ തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ജോഷിയുടെ വീടിന് സമീപമുള്ള 3 വീടുകളിൽ ഇയാൾ മോഷണശ്രമം ആദ്യം നടത്തിയിരുന്നു. അതിനുശേഷം അത് പരാജയപ്പെട്ട ശേഷമാണ് ജോഷിയുടെ വീട്ടിലെത്തി മോഷണം നടത്തിയത്. നിലവിൽ ഈ ജോഷിയുടെ വീടിന് സമീപമുള്ള വീട്ടിലാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും ജോഷിയുടെ വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ഈ ആഭരണങ്ങളെല്ലാം വീട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടോ കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. ഒപ്പം പോലീസ് പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രാദേശികമായ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ മുഹമ്മദ് ഇർഫാന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ പോലീസ് പ്രകടിപ്പിച്ചിരുന്ന എല്ലാ വശങ്ങളും കൃത്യമായി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ മേടിച്ചിരിക്കുന്നത്. ഈ പ്രാഥമിക നടപടി എന്ന രീതിയിൽ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയാക്കും. അതോടൊപ്പം ഈ രാവിലെയാണ് 20-ാം തീയതി രാവിലെയാണ് ഇയാൾ കൊച്ചിയിലേക്ക് എത്തിയത്. കൃത്യമായി പനമ്പള്ളി തന്നെ എത്തുന്നു. അതിനുശേഷം കുറേ നേരം കാറിൽ ഇവിടെയെല്ലാം കറങ്ങി നടന്ന ശേഷമാണ് ഇയാൾ രാത്രിയോടുകൂടി മോഷണം നടത്തിയത്. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലുമായി സംസാരിച്ചിട്ടുണ്ടോ, പുറത്തുനിന്നുള്ള ഏതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാമാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ജോഷിയുടെ വീടിന് സമീപത്തുള്ള 3 വീടുകളാണ്. ഈ വീടുകളിലെ മതിലുകൾ ചാടി ഇയാൾ ശ്രമം നടത്തിയെങ്കിലും ഇവിടെയെല്ലാം ശ്രമം പരാജയപ്പെട്ടിരുന്നു. പിന്നീടാണ് ജോഷിയുടെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾക്ക് വളരെ എളുപ്പമായി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കയറാൻ പറ്റിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പ്രതി മുഹമ്മദ് ഇർഫാൻ. ബീഹാർ സ്വദേശിയാണ്. സംസ്ഥാനത്ത്, അതായത് 6ഓളം സംസ്ഥാനങ്ങളിൽ 19ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മോഷണം നടത്തിയിട്ടുള്ള ആളാണ്. ഇയാളുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പുറത്ത് വന്നിരുന്നു. പക്ഷേ പോലീസ് കഥകളിലൊന്നും വലിയ കാര്യമില്ല. കാരണം ഒരു ക്രിമിനൽ എന്നും ക്രിമിനൽ തന്നെ എന്നൊരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ട്. 20-ാം തീയതിയാണ് ജോഷിയുടെ വീട്ടിൽ ഈ മോഷണം നടന്നത്. തുടർന്ന് ഇയാളുടെ ഭാര്യ ബീഹാറിലെ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അവരുടെ രേഖ അല്ലെങ്കിൽ അവരുടെ ആ ബോർഡ് പതിപ്പിച്ച കാറിലെത്തിയാണ് മോഷണം നടത്തിയത്. ആ കാറിൽ തന്നെ ഇയാൾ തിരിച്ചുപോയി. ആ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇയാളെ പിടികൂടാൻ പോലീസിനായത്. കർണാടക പോലീസിന്റെ സഹായത്തോടുകൂടി. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവ് മുഹമ്മദ് ഇർഷാദുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM Group of Institutions. വോട്ടെടുപ്പ് 2ാം ഘട്ടത്തിലേക്ക് കടക്കും മുമ്പേ ലോക്സഭയിൽ അക്കൗണ്ട് തുറന്ന് BJP. സൂറത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും 7 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് ദലാൽ വിജയിച്ചത്. 2ാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണ തിരക്കിലാണ്. ഗുജറാത്തിലെ സൂറത്തിൽ അസാധാരണമായ വിജയമാണ് BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാലിന്റേത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുഭാനിയുടെ നാമനിർദ്ദേശ പത്രിക പിന്താങ്ങിയ 3 പേരും ഒപ്പ് തങ്ങളുടേതല്ലെന്ന് പറഞ്ഞതോടെ പത്രിക തള്ളി. 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതോടെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ ലോക്സഭയിലേക്ക്. ജയത്തിനു വേണ്ടി BJP ഏതു വഴിയും സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. एक साथ 4 प्रस्तावक कांग्रेस कैंडिडेट के खड़े होकर बोलते हैं कि ये हस्ताक्षर हमारे नहीं है. चुनाव के एक दिन पहले ये कहा जाता है. उसके बाद कुछ समय तक
जो कैंडिडेट है सूरत से वो भी लापता होते हैं, मिलते नहीं हैं। രണ്ടാം ഘട്ട പ്രചാരണം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ രാമക്ഷേത്രം പ്രധാന പ്രചാരണ വിഷയമാക്കുകയാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. कांग्रेस पार्टी सदा सदा राम विरोधी रही और कांग्रेस पार्टी सनातन विरोधी। जब आपने कोर्ट में एफिडेविट दिया कि राम काल्पनिक है, പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഉറച്ചുനിന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രചാരണം. आप सब लोग मिलके इस बार हमारे जो कांग्रेस का पंजा है हाथ कई के मता कोट्टू देश उड़सी, कई के मता कोट्टू संविधान उड़सी, कई के मता कोट्टू ದೇಶದ ಪ್ರಜಾಪ್ರಭುತ್ವ ಉಳಿಸಿ. അനാരോഗ്യത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പ്രചാരണ റാലികളിൽ പങ്കെടുത്തില്ല. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകും. എന്നാൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബി.ജെ.പിയോട് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. 24 ഡൽഹി. സംസ്ഥാനത്ത് പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ കുത്തൊഴുക്ക്. വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. സുരേഷ് ഗോപിയുടെ ചിത്രത്തിനൊപ്പം LDF മുൻ MP ഇന്നസെന്റിന്റെ ചിത്രം പതിപ്പിച്ചതിൽ വിവാദം. സംസ്ഥാനത്ത് ചില മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ പരിഗണന മുസ്ലിങ്ങളോട് മാത്രമാണെന്ന വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെയാണ് രാഷ്ട്രീയ യുവജനതാദൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വർഗീയതയുടെ പരിപ്പ് വയനാടൻ ചട്ടിയിൽ വേവില്ലെന്ന് ടി സിദ്ദീഖ് MLA പറഞ്ഞു. തൃശൂരിൽ ഫ്ലക്സ് ബോർഡ് വിവാദമാണ് കത്തിപ്പടരുന്നത്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. ഇന്നസെന്റിനോടൊപ്പമുള്ള സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് BJP നീക്കം ചെയ്തു. അനുമതിയില്ലാതെ LDF MPയുടെ ചിത്രം ഫ്ലക്സിൽ ഉപയോഗിച്ചതിൽ CPIM കളക്ടർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് നീക്കം. ഇന്നും പൗരത്വ ഭേദഗതി ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ഈ ഘട്ടത്തിൽ ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രതികരണമില്ല. അപ്പോഴില്ല. വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുമ്പോൾ അവിടെ നിന്നെങ്കിലും പ്രതികരിക്കുമെന്ന് വിചാരിച്ചു. അവിടെയുമില്ല. എന്താണ് അങ്ങനെ വരാൻ കാരണം? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ 20 സീറ്റും നേടുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് പ്രസംഗത്തിനിടെ ചിലയിടങ്ങളിൽ കനത്ത മത്സരമെന്ന് തിരുത്തി. 4-5 സീറ്റിൽ ഞങ്ങൾ അങ്ങനെ എല്ലാ സീറ്റിലും ഈസി വാക്കോറാണെന്ന് പറയും. 4-5 സീറ്റിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾക്ക് നല്ല എഡ്ജ് ഉണ്ട്. ചാവക്കാട് രാഹുൽ ഗാന്ധിയുടെ റാലി ഒഴിവാക്കിയതിന് കാരണം മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കാൻ കഴിയാത്തതാണെന്ന VS സുനിൽകുമാറിന്റെ പ്രതികരണം. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ LDF സ്ഥാനാർത്ഥിയെ നിർത്തരുതായിരുന്നെന്ന് നടൻ പ്രകാശ് രാജ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് 3 നാൾ ബാക്കി നിൽക്കെ നിലപാട് വ്യക്തമാക്കി ക്രൈസ്തവ സഭകൾ. തെരഞ്ഞെടുപ്പിൽ LDFന് പരോക്ഷമായി പിന്തുണ യാക്കോബായ സഭ പ്രഖ്യാപിച്ചപ്പോൾ സമദൂര നിലപാടെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ലത്തീൻ സഭയും രംഗത്ത് വന്നു. ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ മുന്നണികൾ പ്രയത്നിക്കുന്നതിനിടയിലാണ് സഭകൾ നിലപാടുകൾ തുറന്നു പറഞ്ഞു തുടങ്ങിയത്. ആദ്യം രംഗത്ത് വന്നത് യാക്കോബായ സഭ. പ്രതിസന്ധിയിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മെത്രാപ്പൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24നോട് പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുടേതായ നിലപാടുകളുണ്ട്. അതൊന്നും നമുക്ക് തിരുത്താൻ ഒക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടാണ്. ജനാധിപത്യം വലിയ വെല്ലുവിളി നേരിടുകയാണെന്നും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ സഭാവിശ്വാസികളുടെ മനസ്സിലുണ്ടെന്നും സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗൈനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല. അതേസമയം വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാടിനെതിരെ ലത്തീൻ സഭ അതിരൂപതാ ബിഷപ്പ് തോമസ് ജെ നെറ്റോ രംഗത്തു വന്നു. പള്ളികളിൽ ഇന്നലെ അക്കൗണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ച് സർക്കുലറും വായിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ സഭകൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കും. 24 കോട്ടയം.
മുസ്ലിം ലീഗിനെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണത്തിൽ സമസ്തയിൽ ഭിന്നത. സമസ്തയുടെ നിലപാട് പറയേണ്ടത് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്ന് നാസർ ഫൈസി കൂടത്തായി 24-നോട് പറഞ്ഞു. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളെ തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനമാണ് ഒരു ഇടവേളയ്ക്കു ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു കൊണ്ടുവന്നത്. വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മറുപടി സമസ്തയെ ചൊടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സമസ്തയുടെ നിലപാട് പറയേണ്ടത് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്ന് SYS ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി 24-നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കത്തിൻ്റെതായി സമസ്തയുടെ സെക്രട്ടറി എന്ന നിലയിൽ ചാനൽ കാണിക്കുന്ന ഒരു വാർത്ത അത് സമസ്തയുടെ ഔദ്യോഗികമാണ് എന്ന് തോന്നുന്നില്ല. അത് സമസ്തയുടെ ആധികാരികമാണോ സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരോ കീഴടങ്ങളുടെ വക്താക്കളോ അല്ല. സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതേ സംബന്ധിച്ചുകൊണ്ട് നിലപാട് പറയേണ്ടത്. ഇതിനു പിറകെയാണ് സംസ്ഥയിലെ ഒരു വിഭാഗം LDFന് അനുകൂലമായി പരസ്യമായ നിലപാട് സ്വീകരിച്ചത്. ലീഗിനെതിരെ ചോദ്യാവലി തയ്യാറാക്കുകയും പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്തു. ലീഗ് നേതാക്കളുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് KS ഹംസ 24-നോട് പറഞ്ഞു. ലീഗുമായി ഭിന്നതയൊന്നും ഇല്ല എന്ന് സാധാരണ സമസ്തയുടെ നേതാക്കളും ലീഗും പറയാറുണ്ടെങ്കിലും അത് എല്ലാവർക്കും അറിയുന്നൊരു പരമാർത്ഥമാണ് ഭിന്നതയുണ്ട് എന്നുള്ളത്. കുറച്ച് കാലങ്ങളായി ഒരു മൂപ്പിളമ പോര് എന്ന് പറയല്ലോ, അത് നിലനിൽക്കുന്നുണ്ട്. അത് സമസ്തയുടെ പല പ്രഖ്യാപിത നയങ്ങളെയും തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം എന്നും ശ്രമിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉറച്ച വോട്ട് ബാങ്കായ EK സുന്നികൾ ഇടയുന്നത് UDFന് തലവേദനയാണ്. 24 കോഴിക്കോട്. പത്തനംതിട്ട റാന്നി വലിയ കലിങ്കിൽ വീട്ടിൽ കയറിയ അജ്ഞാതൻ വയോധികയ്ക്ക് കുത്തിവയ്പ് നൽകി. കോവിഡ് ബൂസ്റ്റർ ഡോസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കുത്തിവയ്പ് നൽകിയത്. റാന്നി പോലീസ് അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ വയോധികയും ബന്ധുക്കളും പോലീസും ഒക്കെ പറയുന്നത്? ടോബി, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വയോധിക റാന്നിയിൽ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. രാവിലെ വീട്ടിലെത്തിയ ഒരു യുവാവ് കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് വേണ്ടെന്ന് ഇവർ ഇദ്ദേഹത്തോട് പറഞ്ഞു. മക്കളില്ലാത്തത് കൊണ്ട് തന്നെ, മക്കൾ വരാത്തത് കൊണ്ട് തന്നെ ബൂസ്റ്റർ ഈ ഡോസ് എടുക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ നിർബന്ധിച്ച് ഈ വയോധികയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 തവണ നടുവിന് ഇഞ്ചക്ഷൻ എടുത്തതായിട്ടാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഈ യുവാവ് അവിടെ നിന്ന് പോയി. ഇതാരാണ് എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയുമില്ല. ആ സിറിഞ്ചും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാതനാണെന്ന് ആണ് ഈ വ്യക്തിയെക്കുറിച്ച്, വന്ന വ്യക്തിയെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടാൽ തിരിച്ചറിയാമെന്നല്ലാതെ മറ്റൊരു വിവരവും ഇവർക്കില്ല. ആശുപത്രികളിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ ഒന്നും തന്നെ അങ്ങനെ. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴയിൽ 60 വയസ്സുകാരിയെ സഹോദരൻ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടി. ആലപ്പുഴ ചെട്ടിക്കാട് സ്വദേശി റോസമ്മയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബെന്നിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോസമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന് മകൻ ജോമോൻ പറഞ്ഞു. ഇളയ മകൻ ജോമോനൊപ്പം മാരാരിക്കുളം പഞ്ചായത്ത് 12-ാം വാർഡിലാണ് റോസമ്മ താമസിച്ചിരുന്നത്. തൊട്ടടുത്താണ് സഹോദരൻ ബെന്നിയുടെ വീട്. ഇരുവരും വലിയ സ്നേഹത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ. ഹോം നഴ്സായി ജോലി നോക്കിയിരുന്ന റോസമ്മയെ കഴിഞ്ഞ 18-ന് കാണാതായി. 2 ദിവസത്തിനു ശേഷം മകൻ പോലീസിനെ സമീപിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങിയതോടെയാണ് സഹോദരൻ ബെന്നി കൊലപാതകം ബന്ധുവിനോട് വെളിപ്പെടുത്തിയത്. ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, പിന്നെ മിസ്സിംഗ് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മകനോട് പറയാൻ ഞാൻ ഏൽപ്പിച്ചായിരുന്നു ഞാൻ പോയത്. 2 മക്കളുണ്ട്, അവർ 2 കൊടുത്തില്ല, ഞാൻ നാളെ രാവിലെ കൊടുക്കുമെന്ന് പറഞ്ഞു. ചിറ്റപ്പൻ രാവിലെ എന്നെ കാണാൻ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു പോയി. ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിച്ചു. ബെന്നിയെ ആലപ്പുഴ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ റോസമ്മ പുനർവിവാഹത്തിന് തീരുമാനിച്ചതാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് ബെന്നി മൊഴി നൽകി. ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിന്റെ പിന്നിൽ കുഴിച്ചിട്ടു. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. ചേച്ചി കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ മിസ്സിംഗ് ആണെന്നാണ് അറിഞ്ഞത്. ഇന്നാണ് നമ്മൾ സംഭവം അറിയുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് ഇന്നാണ് അറിയുന്നത്. ഇപ്പം ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് വ്യാഴാഴ്ച മുതൽ പുള്ളിക്കാരി മിസ്സിംഗ് ആണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അറിയുന്നത് വ്യാഴാഴ്ച മുതൽ. റോസമ്മയുടെ സ്വർണം ബെന്നി പണയം വെക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായും ഇതിന്റെ പേരിൽ തർക്കമുണ്ടായിരുന്നതായും സ്വർണം ഇപ്പോൾ കാണാനില്ലെന്നും മകൻ ജോമോൻ. ആൾക്കാർ പറയുന്നത് ഇവിടെ വ്യാഴാഴ്ച ഇവർ തമ്മിൽ എന്തോ വഴക്കെന്തോ നടന്ന് സ്വർണത്തിന്റെ കേസ് കെട്ടും വെച്ചുകൊണ്ട് വഴക്ക് നടന്നെന്ന് പറയാനായിട്ട്. അമ്മച്ചേരിക്ക് എന്തോ സ്വർണം പണയം വെക്കാൻ വേണ്ടി ചോദിച്ച്
എന്നാണ് പറയണത്. കൊലപാതക കാരണം സംബന്ധിച്ച് പ്രതി നൽകിയ മൊഴി പോലീസ് പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യും. പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അറിയിച്ചു. 24 ആലപ്പുഴ. ഒടുവിലായി പുറത്തു വന്ന ഒരുവരും കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് വിരാട് കോഹ്ലിക്ക് പിഴശിക്ഷ എന്നുള്ളതാണ്. ഐ പി എൽ ഔട്ടായതിൽ പ്രതിഷേധിച്ച് അമ്പയറോട് കയർത്ത വിരാട് കോഹ്ലിക്ക് പിഴശിക്ഷ. മാച്ച് ഫീയുടെ 50% പിഴ എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതുപോലെ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 35 എന്ന ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തിയിരിക്കുന്നു. വിഴിഞ്ഞത്ത് വീണ്ടും കപ്പലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. വാൽപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. അൺലി എസ്റ്റേറ്റിലെ ജീവനക്കാരൻ സെൽവരത്നത്തെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. കോഴിക്കോട് മാവൂരിൽ വളർത്തുപോത്തിന്റെ കുത്തേറ്റ് 65-കാരൻ മരിച്ചു. മാവൂർ പനങ്ങോട് കുളങ്ങര ഹുസൈനാറാണ് മരിച്ചത്. വിരാട് കോഹ്ലിക്ക് പിഴശിക്ഷ. IPL മത്സരത്തിൽ ഔട്ടായതിൽ പ്രതിഷേധിച്ച് അമ്പയറോട് കയർത്ത് സംസാരിച്ചതിനാണ് നടപടി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വീണ്ടും കപ്പലെത്തി. ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 35 എന്ന കപ്പലാണ് എത്തിയത്. ഡോക്ടറുമായി ദിവസേന 15 മിനിറ്റ് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കാൻ ജയിലിൽ സൗകര്യം വേണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി റൌസ് അവന്യൂ കോടതി തള്ളി. ആവശ്യമെങ്കിൽ ജയിലിൽ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്ന് കോടതി. കോഴിക്കോട് കുണ്ടായത്തോട് പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി യുവതിക്ക് ദാരുണാന്ത്യം. മാത്തറ സ്വദേശിനി നസീമയാണ് മരിച്ചത്. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. മത്സരം 7:30 ജയ്പൂരിൽ. കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ചരിത്രമെഴുതി ഇന്ത്യയുടെ ഡി ഗുഗേഷ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി 17-കാരൻ. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.